Students, welcome to LisMe. അപ്പോൾ ചതുർഭുജവും ത്രികോണവും എന്ന സെക്ഷനിലെ ആക്ടിവിറ്റിയിലെ 3 പ്രോബ്ലംസ് നമ്മൾ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ആക്ടിവിറ്റിയിലെ ബാക്കിയുള്ള പ്രോബ്ലംസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആക്ടിവിറ്റിയിലെ ഏറ്റവും അവസാനത്തെ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാൻ പോവാണ്. നമ്മുടെ പ്രോബ്ലം ഇതാണ്. നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്, ഒരു റെക്റ്റാങ്കിൾ, ഒരു ചതുരം തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് 2-3 കാര്യങ്ങളാണ് ചെയ്യാൻ പറഞ്ഞത്. ആദ്യം തന്നെ നമുക്ക് ഒരു റെക്റ്റാങ്കിൾ നമുക്ക് തന്നിട്ടുണ്ടല്ലോ, അതിന്റെ മെഷർമെന്റ് ഒക്കെ തന്നിട്ടുണ്ട്, നീളവും വീതിയും ഒക്കെ തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു ചതുരത്തിനെ 2 വശങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ്. എന്താണ്, ഇങ്ങനെ ഒരു വര കൊണ്ട് 2 വശങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ്. ഓക്കെ, ഇത് ഒരു നേർവര കൊണ്ടല്ല നമ്മൾ ഇവിടെ 2 ഭാഗങ്ങളാക്കി തിരിച്ചത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒടിഞ്ഞ വരയ്ക്ക് പകരം ഒരു നേർവര വരച്ച് ചതുരത്തിന് ഇതേ പരപ്പളവുള്ള മറ്റു 2 ഭാഗങ്ങളാക്കുക. ഈ ഭാഗങ്ങളുടെ പരപ്പളവ് കാണുക. എന്താണ് പറഞ്ഞത്? ഒരു ചതുരം തന്നു, ആ ചതുരത്തിനെ 2 ഭാഗങ്ങളാക്കി സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഒടിഞ്ഞ വരയാണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ആ ഒടിഞ്ഞ വരയെ നമ്മളൊരു നേർവരയാക്കി മാറ്റണം. സച്ച് ദാറ്റ് അങ്ങനെ നമ്മൾ മാറ്റുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ 2 ഭാഗത്തിന്റെയും പരപ്പളവിന് ഒരു വ്യത്യാസവും വരരുത്, സെയിം പരപ്പളവ് തന്നെയാവണം. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 2 ഭാഗങ്ങളുടെ ഏരിയ കാണുകയും ചെയ്യണം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ പ്രോബ്ലം. നമ്മുടെ ആദ്യത്തെ ഭാഗം നമുക്ക് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യനിലെ ആദ്യത്തെ ഭാഗം, അതായത് ഈ ഒടിഞ്ഞ വരയ്ക്ക് പകരം നമ്മളൊരു നേർവരയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ഫിഗറിനെ ഞാൻ ഒന്നുകൂടെ എടുത്ത് വരച്ചിട്ടുണ്ട്. നമുക്ക് റെക്റ്റാങ്കിൾ ആണല്ലോ തന്നത്, ആ റെക്റ്റാങ്കിളിന് ഞാനൊരു പേര് കൊടുത്തു, ABCD. ഈ റെക്റ്റാങ്കിളിന് ഞാൻ ABCD എന്ന് പറഞ്ഞൊരു പേര് കൊടുത്തു. ഇനി ഒടിഞ്ഞ വരയാണല്ലോ, അതിന് ഞാൻ GFE എന്ന് പേര് കൊടുത്തു. ഇവിടെ GFE എന്ന് പേര് കൊടുത്തു. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞത് ഈ 2 ഏരിയ ഈ വരയ്ക്ക് പകരം ഒരു സ്ട്രേറ്റ് ലൈൻ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യും, സച്ച് ദാറ്റ് ഏരിയയ്ക്ക് ഒരു വ്യത്യാസം വരുന്നത്. സോ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഫിഗറിലേക്ക് ശ്രദ്ധിച്ചു നോക്കൂ. ഈ ഒരു പോർഷൻ, ഈ ഷെയ്ഡ് ചെയ്ത റീജിയൻ അല്ല, ഈ ഒരു പോർഷൻ AEFGD. എന്താണ്? AEFGD. ഈ ഒരു പോർഷൻ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്താണ്, ഒരു 5 വശമുള്ള ഒരു ക്ലോസ്ഡ് ഫിഗർ ആണ്. ഏതൊക്കെയാണ്? AEFGD എന്ന ഈ ഒരു പാർട്ട്, ഇതിനെ നമുക്ക് 5 വശമുള്ള ഒരു എന്താണ് പെൻറ്റഗണായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്താണ് ഒരു ഭാഗം പെൻറ്റഗണായിട്ട് കിട്ടിയിട്ടുണ്ട്, മറ്റൊരു ഭാഗത്തിന് നമ്മളിപ്പോ ശ്രദ്ധിക്കുന്നില്ല. ഇനി നമ്മളോട് പറഞ്ഞത് ഈ വര മാറ്റി സ്ട്രെയിറ്റ് ലൈൻ ആക്കാനാണല്ലോ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ എന്താ ചെയ്തത്? നമുക്കൊരു പെൻറ്റഗൺ തന്നു, ആ പെൻറ്റഗണിന്റെ ഏരിയക്ക് സമാനമായിട്ട് നമ്മളൊരു ത്രികോണം വരയ്ക്കാണ് ചെയ്തത്. സോ ഇവിടെ നമുക്ക് എന്താണ്, ഒരു പെൻറ്റഗൺ തന്നെയാണ് കിട്ടിയത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ എന്താണ് ചെയ്തത്, ആ സ്റ്റെപ്പ് തന്നെ നമുക്ക് ഇവിടെ റിപ്പീറ്റ് ചെയ്യാം. സച്ച് ദാറ്റ് നമുക്ക് ഈ വര മാറ്റി ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊണ്ട് നമുക്ക് ഈ റെക്റ്റാങ്കിളിനെ തുല്യമായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യന് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയാൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്താ ഈസി ആയിട്ട് ചെയ്യാം. എന്തായാലും നമുക്ക് നോക്കാം. നമ്മുടെ പെൻറ്റഗൺ കിട്ടി. അപ്പൊ നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ എന്താ ചെയ്തത്? നമ്മൾ അതിനെ ട്രയാങ്കിൾ ആക്കാൻ വേണ്ടി ആദ്യം എന്താ ചെയ്തത്? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പെൻറ്റഗന്റെ ഒന്നിടവിട്ട വേർട്ടെക്സിന് നമ്മൾ എന്താ ജോയിൻ ചെയ്തു, അല്ലെ? ഒരു ഡയഗണൽ കൊണ്ട് ജോയിൻ ചെയ്തു. ഇവിടെ പെൻറ്റഗൺ AEFGD, ഒന്നിടവിട്ട വേർട്ടെക്സ് എന്ന് പറയുകയാണെങ്കിൽ എന്താ, ഒന്നെങ്കിൽ GE ആവാം, അല്ലെങ്കിൽ എന്താ FA ആവാം, അല്ലെങ്കിൽ AG ആവാം. അങ്ങനെ ഓൾട്ടർനേറ്റ് വേർട്ടെക്സ് നമ്മൾ ജോയിൻ ചെയ്താൽ മാത്രം മതി. അപ്പൊ ഞാനിവിടെ GE എന്ന് പറഞ്ഞ 2 വേർട്ടെക്സിനെയാണ് ജോയിൻ ചെയ്യുന്നത്. സോ ഞാനൊരു ലൈൻ ഉപയോഗിച്ചുകൊണ്ട് ഈ 2 ഓൾട്ടർനേറ്റ് വേർട്ടെക്സിനെ ജോയിൻ ചെയ്യുന്നു. ഓക്കെ, ജോയിൻ ചെയ്തു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ നമ്മൾ ചെയ്തത്? ഈ ഡയഗണലിന്റെ ഓപ്പോസിറ്റ് വേർട്ടെക്സ് നോക്കുക, F. ആ വേർട്ടെക്സിലൂടെ ഈ ലൈനിന്
പാരലൽ ആയിക്കൊണ്ട് ഒരു ലൈന് വരയ്ക്കാം. എന്താണ്, ആദ്യം ഓൾട്ടർനേറ്റ് വെർട്ടെക്സ് ജോയിൻ ചെയ്തു, അടുത്ത സ്റ്റെപ്പിൽ ഓപ്പോസിറ്റ് വെർട്ടെക്സിലൂടെ ആ ഡയഗണലിന് പാരലൽ ആയിക്കൊണ്ട് നമ്മൾ ഒരു ലൈൻ വരയ്ക്കുക. അപ്പൊ ഞാനിവിടെ നമ്മുടെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് എഫ് ആണ്. സോ എഫിലൂടെ ഈ ലൈനിന് പാരലൽ ആയിക്കൊണ്ടൊരു ലൈൻ വരച്ചു. അടുത്ത സ്റ്റെപ്പ് എന്താ നമ്മൾ ചെയ്തത്, ഈ ബേസിനെ ഈ എന്ന ബേസിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യണം. ഇവിടെ നമ്മൾ ഓൾറെഡി ഈ ഭാഗം ഉണ്ടായതുകൊണ്ട് ഈ ഒരു പോയിന്റിൽ അവരെന്താ മീറ്റ് ചെയ്യും, പാരലൽ ലൈനും ബേസും. സോ ഞാനിവിടെ എഫ് എന്ന് പറഞ്ഞ പോയിന്റ് ആണ് ഇതിന് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് എന്താ പുതിയൊരു വെർട്ടെക്സ് കിട്ടി. അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്തത്, ഈ എഫും ജിയും തമ്മിൽ നമ്മൾ എന്താ ജോയിൻ ചെയ്യാൻ ഒരു സ്ട്രേറ്റ് ലൈൻ വെച്ച്. അപ്പൊ നമ്മൾ ഇവിടെയും ജി എഫ് എന്ന് പറഞ്ഞൊരു ലൈൻ വരച്ചു. ഓക്കെ, അപ്പൊ എന്തായി, നമുക്ക് ഇവിടെ ഒരു സ്ട്രേറ്റ് ലൈൻ കിട്ടി. നമ്മളിപ്പോ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് മായ്ച്ചു കളയുകയാണെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഒരു സ്ട്രേറ്റ് ലൈൻ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുകയാണ്. ഒരു സ്ട്രേറ്റ് ലൈൻ കൊണ്ട് നമ്മൾ എന്തായി, നമ്മുടെ ചതുരത്തിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. എന്താണ്, ഈ ഒടിഞ്ഞ വരയ്ക്ക് പകരം നമ്മളൊരു സ്ട്രേറ്റ് ലൈൻ കൊണ്ട് നമ്മളെ റെക്ടാങ്കിളിനെ സെപ്പറേറ്റ് ചെയ്യുക. സച്ച് ദാറ്റ് ഈ രണ്ട് ഏരിയക്കും എന്താ വ്യത്യാസം വരില്ല. നമ്മളത് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ടു, പെൻറ്റഗണെ നമ്മൾ എന്താണ് ക്വാഡ്രിലാറ്ററൽ ആക്കി അല്ലെ. ഇവിടെ ഇപ്പൊ നമുക്ക് എന്താ 4 വശം അല്ലെ കിട്ടിയത്, AFGD എന്നൊരു ക്വാഡ്രിലാറ്ററലാണ് കിട്ടിയത്. ഓൾസോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. ഒടിഞ്ഞ വരയ്ക്ക് പകരം ഒരു നേർവര കൊണ്ട് നമ്മൾ നമ്മുടെ പരപ്പളവ് മാറാതെ നമ്മൾ ചതുരത്തിന്റെ 2 ഭാഗങ്ങളെയും വേർതിരിച്ചിരിക്കുന്നു. ഈ പ്രോബ്ലത്തിന്റെ ആദ്യത്തെ പാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. എന്താണ്, ഒടിഞ്ഞ വരയ്ക്ക് പകരം ഒരു നേർവര കൺസ്ട്രക്ട് ചെയ്തു. ഇനി നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ 2 ഭാഗത്തിന്റെയും ഏരിയ കാണണം. ഓക്കെ, അപ്പൊ ഏരിയ നമുക്ക് കാണാം. അതിനു വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ തന്നിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഫിഗർ തന്നെ എടുക്കുന്നത്, ഈ ഒടിഞ്ഞ വരെയുള്ള ഈ ഫിഗർ തന്നെ എടുക്കുന്നത്. സ്ട്രേറ്റ് ലൈനിന്റെ ഫിഗർ ഞാൻ ഇവിടുന്ന് മായ്ക്കാം. ഓക്കെ, സോ നമുക്ക് ഏരിയ കാണാം, ഈ റീജിയന്റെയും ഈ റീജിയന്റെയും. നമുക്ക് എന്താ, നമ്മൾ എന്ത് ഫിഗറാണ് നമുക്ക് ഇവിടെ തന്നത്, ഒരു റെക്ടാങ്കിൾ ആണ് അല്ലെ. റെക്ടാങ്കിൾ ABCD, റെക്ടാങ്കിളിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താണ്, ഏരിയ, റെക്ടാങ്കിളിന്റെ പരപ്പളവ് നമുക്ക് ആദ്യം തന്നെ കാണാം. ഏരിയ ഓഫ് റെക്ടാങ്കിൾ നമ്മൾ എങ്ങനെ കാണുക, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലെ, നീളം ഇൻറ്റു വീതി. ഓക്കെ, അപ്പൊ നമ്മുടെ റെക്ടാങ്കിൾ ABCDയുടെ ഏരിയ ആണ് ഞാൻ ആദ്യം കാണുന്നത്. സോ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് എന്താ, ഇത്രയും ഭാഗം ഇവിടെ നമ്മൾ E എന്ന് കൊടുത്തു. ഇതൊരു പെൻറ്റഗൺ ആണല്ലോ, FG. സോ AE എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ ആണ്, ആൻഡ് EB എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. അപ്പൊ ടോട്ടൽ ലെങ്ത് എന്താണ്, ABന്റെ ലെങ്ത് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ എത്രയായിരിക്കും, 2 + 3 എന്താണ് 5 സെന്റിമീറ്റർ. അപ്പോ നീളം എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ഇൻറ്റു, ഇനി വീതിയാണ്, വീതി ഇവിടെ തന്നിട്ടുണ്ട് എന്താണ് 3 സെന്റിമീറ്റർ. ടോട്ടൽ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ. സോ 3, അപ്പൊ 5 × 3 എന്ന് പറഞ്ഞാൽ എന്താണ് 15 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ നമ്മുടെ തന്നിരിക്കുന്ന റെക്ടാങ്കിളിന്റെ ടോട്ടൽ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു, അത് 15 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. നമ്മളോട് പറഞ്ഞത് ഈ 2 ഭാഗങ്ങളുടെ ഏരിയ കാണാനാണ്. സോ നമുക്ക് അത് കാണാം. അതിനു വേണ്ടിയിട്ട് ഈ ഒരു പെൻറ്റഗണിന്റെ ഈ ഒരു റീജിയൻ നിങ്ങൾ കൺസിഡർ ചെയ്യുക, AEFGD എന്ന് പറഞ്ഞ പെൻറ്റഗൺ. ഓക്കെ, അപ്പോ ഇവിടെ നമുക്ക് ഡോട്ടഡ് ലൈൻ ആണ് തന്നത്. ഞാൻ ഈ ഡോട്ടഡ് ലൈനിനെ ഞാൻ ജോയിൻ ചെയ്ത് ഈ പെൻറ്റഗണെ ഞാൻ 2 ഭാഗങ്ങളാക്കി മാറ്റാൻ പോവാണ്. സോ ഈ ഡോട്ടഡ് ലൈനിനെ ഞാൻ ഇങ്ങനെ ജോയിൻ ചെയ്തു. ഡോട്ടഡ് ലൈനിന്റെ നീളം എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്ക് എന്താ 2 ക്വാഡ്രിലാറ്ററൽ കിട്ടിയിരിക്കുകയാണ്. സേ AEF, ഇവിടെ G, ഇവിടെ H. ഓക്കെ, സോ AEFH ഉം നമുക്ക് ഇവിടെ എഴുതാം. നമുക്കിവിടെ ഈ ലൈന് ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് 2 ക്വാഡ്രിലാറ്ററൽ കിട്ടി. ആ 2 ക്വാഡ്രിലാറ്ററലാണ് AEF
GHF. ഓക്കെ, ഈ ഒരു പെൻറ്റഗണെ ഞാൻ ഒരു ലൈൻ വെച്ച് ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് രണ്ട് ക്വാഡ്രിലാറ്ററൽ കിട്ടി. ഈ ക്വാഡ്രിലാറ്ററലിനെ നമുക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയുന്ന ഒരു ഫിഗർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. ഇതെന്ന് പറയുന്നത് ഈ രണ്ട് ക്വാഡ്രിലാറ്ററൽ എന്താണ്? ഒരു ലംബകമാണ്, ഒരു ട്രപ്പീസിയം. ട്രപ്പീസിയം എന്ന് പറഞ്ഞാണെങ്കിൽ എന്താ? എ ക്വാഡ്രിലാറ്ററൽ വിത്ത് വൺ പെയർ ഓഫ് സൈഡ്സ് പാരലൽ അല്ലെ? ഒരു സൈഡ് എന്താണ്? ഒരു പെയർ ഓഫ് സൈഡ് എന്താ? പാരലൽ ആവും. അങ്ങനത്തെ ഒരു ക്വാഡ്രിലാറ്ററലിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ട്രപ്പീസിയം എന്ന് വിളിക്കുന്നു അല്ലെ? ലംബകം. സോ നമുക്ക് എന്താണ്? ഇവിടെ രണ്ട് ലംബകമാണ് കിട്ടിയിരിക്കുന്നത്. ട്രപ്പീസിയം AEFG ആൻഡ് ട്രപ്പീസിയം DGHF. ഓക്കെ, ഇനി ഇപ്പൊ നമുക്ക് എന്താ? രണ്ട് ട്രപ്പീസിയം കിട്ടി. ട്രപ്പീസിയത്തിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ? നമുക്ക് അറിയുന്നതല്ലേ. എന്താണ് ട്രപ്പീസിയത്തിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ? ഏരിയ ഓഫ് എ ട്രപ്പീസിയം എന്ന് പറയുന്നത് ഹാഫ് ഹൈറ്റ് ഇൻറ്റു സം ഓഫ് ദി പാരലൽ സൈഡ്സ്. പാരലൽ സൈഡ്സ് എയും ബിയും ആണെങ്കിൽ ആ പാരലൽ സൈഡ്സിന്റെ സം. ഓക്കെ, നമുക്ക് ഇവിടെ എന്താണ്? രണ്ട് ട്രപ്പീസിയാണ് കിട്ടിയത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ DGയും HF എന്താ? പാരലൽ ആയിട്ടാണ് കിടക്കുന്നത്. അതുപോലെ HF എന്ന് പറഞ്ഞ ലൈനും AE എന്ന് പറഞ്ഞ ലൈനും പാരലൽ ആയിട്ട് കിടക്കുകയാണ്. സോ ഓരോ പേർ എന്താ? പാരലൽ ആയതുകൊണ്ട് ഈ ക്വാഡ്രിലാറ്ററലിനെ നമ്മൾ ട്രപ്പീസിയം എന്നാണ് വിളിക്കുന്നത്. സോ നമുക്ക് ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് എന്താ? നേരെ നമുക്ക് ഏരിയ കാണാം. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ട്രപ്പീസിയത്തിന്റെ ഏരിയ കാണാം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഹൈറ്റ് വേണം, പാരലൽ സൈഡ്സിന്റെ ലെങ്ത് വേണം. സോ AEFH എന്ന ട്രപ്പീസിയം ഇവിടെ എന്താ? രണ്ട് പാരലൽ സൈഡ്സിന്റെ നീളം നമുക്ക് തന്നിട്ടുണ്ട്, 2 സെന്റിമീറ്ററും 3 സെന്റിമീറ്ററും. ഓക്കെ, സോ ഇതിന്റെ AEFHന്റെ ഏരിയ നമ്മൾ കാണുന്നത് ഈക്വൽ ടു ഹാഫ്. ഹൈറ്റ് നമുക്ക് കാണാം. ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ 2 സെന്റിമീറ്റർ ആണ്. ടോട്ടൽ നമ്മളെ റെക്ടാങ്കിളിന്റെ നീളം എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. സോ ഇവിടം വരെ, അതായത് ഇത്രയും ഭാഗം എന്താണ്? 2 സെന്റിമീറ്റർ ആണ് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ ഇത്രയും ഭാഗം എന്തായി? 2 സെന്റിമീറ്റർ. സോ നമ്മൾ പാരലൽ ലൈൻസിന്റെ ബിറ്റ്വീനുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ ആണ്. സോ ഹൈറ്റ് 2 സെന്റിമീറ്റർ ആൻഡ് പാരലൽ സൈഡ്സിന്റെ ലെങ്ത് എന്താ? നമുക്ക് തന്നിട്ടുണ്ട് 3 സെന്റിമീറ്ററും 2 സെന്റിമീറ്ററും. സോ 3 + 2. അപ്പൊ എന്തായി? ഈ രണ്ടും ക്യാൻസൽ ചെയ്യാൻ നമുക്ക് 5 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടിയിരിക്കുന്നു. സോ ഇത്രയും ഏരിയ എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വാഡ്രിലാറ്ററൽ, അതായത് അടുത്ത ട്രപ്പീസിയത്തിന്റെ ഏരിയയും കാണാം. അപ്പൊ അവിടെ എന്ത് വേണം? നമുക്ക് പാരലൽ സൈഡ്സിന്റെ ലെങ്ത് വേണം. 1 സെന്റിമീറ്ററും 3 സെന്റിമീറ്ററും ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവ തമ്മിലുള്ള ഹൈറ്റ് കാണാം. ഹൈറ്റ് എങ്ങനെ കാണുക? മൊത്തം ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്, നമ്മൾ റെക്ടാങ്കിൾ ആണ് നമുക്ക് തന്നിരിക്കുന്നത്, മൊത്തം ബ്രെഡ്ത്ത് 3 സെന്റിമീറ്റർ. ഇവിടം വരെ എന്ന് പറയുന്നത് AHന്റെ ലെങ്ത് എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ. സോ HDന്റെ ലെങ്ത് എന്തായിരിക്കും? 3 - 2 അല്ലെ? ടോട്ടൽ ലെങ്ത് 3, ഇത്ര ലെങ്ത് 2. സോ ഇവിടെ എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ ആയിരിക്കും. സോ ദാറ്റ് നമുക്ക് പറയും 2 സെന്റിമീറ്റർ + 1 സെന്റിമീറ്റർ എന്തായി? ടോട്ടൽ ലെങ്ത് 3 സെന്റിമീറ്റർ നമുക്ക് കിട്ടിയിരിക്കുന്നു. സോ പാരലൽ ഹൈറ്റ് എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ. സോ ഈ ട്രപ്പീസിയം DGHFന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഹാഫ്. നമ്മുടെ ഹൈറ്റിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ. 1 ഇൻറ്റു പാരലൽ സൈഡ്സിന്റെ സമ്മ് 1 സെന്റിമീറ്റർ + 3 സെന്റിമീറ്റർ. 1 + 3. അപ്പൊ ഇതെന്തായി? ഹാഫ് ഇൻറ്റു 4. That is equal to 2 centimeter square. So നമുക്ക് ഈ ഒരു റീജിയന്റെ ഏരിയയും കിട്ടി, ഈ ഒരു റീജിയന്റെ ഏരിയയും കിട്ടി. അപ്പൊ അത് രണ്ടും നമ്മൾ ആഡ് ചെയ്ത് എന്തായി? നമ്മൾ ഈ ടോട്ടൽ പെന്റഗന്റെ ഏരിയ കിട്ടി. ഓക്കെ, അപ്പൊ ടോട്ടൽ പെന്റഗന്റെ ഏരിയ എന്താണ്? 5 സെന്റിമീറ്റർ സ്ക്വയർ + 2 സെന്റിമീറ്റർ സ്ക്വയർ. സോ ഏരിയ ഓഫ് AEFGD എന്ന ഈ പോർഷൻ, ഓക്കെ, AEFGD ഈക്വൽ ടു ഇത്രയും റീജിയന്റെ ഏരിയ എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ സ്ക്വയർ.
സോ 5 സെന്റിമീറ്റർ സ്ക്വയർ പ്ലസ് ഇത്രയും റീജിയൻ എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ സ്ക്വയർ പ്ലസ് 2 സെന്റിമീറ്റർ സ്ക്വയർ അതെന്ന് പറയുന്നത് 7 സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നു. ഓക്കെ, സോ ഇത്രയും റീജിയന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഈ ഒരു റീജിയന്റെ ഏരിയ ആണ് കാണുന്നത്. അതെങ്ങനെയാ കാണുന്നത് നോക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ടോട്ടൽ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചില്ലേ. നമ്മൾ തന്ന ഫിഗർ എന്താണ്? ഒരു റെക്ടാങ്കിൾ ആണ്. റെക്ടാങ്കിളിന്റെ ഏരിയ എന്താണ്? 15 സെന്റിമീറ്റർ സ്ക്വയർ. അതായത് മൊത്തം ഏരിയ 15 സെന്റിമീറ്റർ സ്ക്വയർ. ഇത്രയെന്ന് പറയുന്നത് 7 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ ഈ ഒരു റീജിയന്റെ ഏരിയ എന്തായിരിക്കും? ഏരിയ ഓഫ് EBCGF. EBCGF is equal to total area 15 സെന്റിമീറ്റർ സ്ക്വയർ. നമ്മൾ റെക്ടാങ്കിളിന്റെ ഏരിയയിൽ നിന്ന് എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ ഒരു ഏരിയ കുറച്ചാൽ നമുക്ക് ഈ ഒരു ഏരിയ കിട്ടുന്നതായിരിക്കും. സോ ഇത്രയും എത്രയാണ്? 7 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. സോ 15 7 പോയ എത്ര കിട്ടും? 8 സെന്റിമീറ്റർ സ്ക്വയർ. സോ ഈ ഒരു റീജിയന്റെ ഏരിയ എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ സ്ക്വയർ. ഈ ഒരു റീജിയൻ എന്ന് പറയുന്നത് 7 സെന്റിമീറ്റർ സ്ക്വയർ. ടോട്ടൽ ഏരിയ 15 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, സോ നമ്മൾ എന്തായി? നമ്മളിപ്പോ നമ്മുടെ 4ാമത്തെ പ്രോബ്ലം ചെയ്തിരിക്കുകയാണ്. ചതുർഭുജവും ത്രികോണവും എന്ന സെക്ഷനിലെ ആക്ടിവിറ്റിയിലെ എല്ലാ പ്രോബ്ലംസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രോബ്ലംസ് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. സോ മാക്സിമം ക്ലാരിഫിക്കേഷനിലൂടെയാണ് നമ്മൾ മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെയാണ് നമ്മൾ ഈ 2 പ്രോബ്ലം ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഇതുവരെ നമ്മുടെ ചാനലായ LisMe സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി.